ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിശങ്കറിനെ മന്ദനെയും ക്യാരക്ടേഴ്സ് ആക്കി ഈ പ്രോബ്ലം രാജു അച്ഛനോട് വരെ ഷെയർ ചെയ്തു. അപ്പൊ എന്റെ പിണക്ക രാജുവിന് അത്രയും ഫീൽ ആയിട്ടുണ്ട്. ആവട്ടെ, പ്രണയം എന്താണെന്ന് രാജു ഒന്ന് പഠിക്കട്ടെ. വരട്ടെ. ശല്യം മൂത്ത ഒരാളെ ഞാനങ്ങ് വിടും കാട്ടിലേക്ക്, കടുവയുടെ വേഷത്തില്. എടാ, ഇവളെ വിധവയാക്കണമെന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. അവരുടെ നോട്ടം കണ്ട അമ്മയെ ഇപ്പൊ ദഹിപ്പിക്കാൻ തോന്നുമല്ലോ. അവളെ ഈ വീടിന്റെ തെക്കേപ്പുറത്ത് ഞാൻ ദഹിപ്പിക്കും. അതിനുള്ള ഒരുക്കങ്ങളാ ഞാൻ ചെയ്യാൻ പോകുന്നേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരിട്ട് പറയടാ. എന്തിനാ രഹസ്യം പറിച്ചത്? എനിക്ക് സംസാരിക്കണേ സംസാരിക്കാൻ തന്നെ ചെയ്യും. എനിക്കാരെയും പേടിയൊന്നുമില്ല. കാണും നിങ്ങക്ക്. എന്താ എല്ലാവരും നിശ്ചലമായിട്ടിരിക്കുന്നേ? ഇതിനകത്തൊരു ശ്മശാന മുഖത പോലെ. ഏയ്, ഒരു ശ്മശാന മുഖതയില്ല. ഞങ്ങളെല്ലാവരും കൂടി തമാശ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അതെ അതെ അല്ലേ യാമിനി? അതെ അതെ. ഇവനിങ്ങനെ നിക്കുന്നൊന്നും നോക്കണ്ട. ഇവൻ ഒന്നാന്തര തമാശക്കാരനാ. ഇവനെ കുറിച്ച് പബ്ലിക്കിനിടയിൽ നല്ല ചർച്ചയാ. ഇവന്റെ ചില തമാശകളൊക്കെ പലരും വന്ന് എന്നോട് പറയാറുണ്ട്. ഋതുമോളെ, ചെറിയമേ. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ആ ചെറിയമേ, ഞാൻ കഴിച്ചു. രാജു? ആ, ഞങ്ങൾ ഒരുമിച്ചാ കഴിച്ചത്. എന്നെ അരച്ച് കലക്കി കൊടുത്താ ഇവൾ ഒറ്റ അടിക്കങ്ങ് കുടിക്കും. അത്രയ്ക്ക് ദേഷ്യം അവക്ക് എന്നോട്. നിങ്ങൾ ഓഫീസിലേക്കാണോ? അതെ അച്ഛാ. ഓഫീസ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട്. ശരി, ഞാനും ഓഫീസിലേക്കുള്ള വഴി തന്നെയാ. വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വാ. ഇവളുടെ അഹങ്കാരേ ഞാൻ തന്നെ തീർക്കും, എന്റെ ഈ കൈ കൊണ്ട്. രാജു സർ, എനിക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. നീ വേണമെങ്കിൽ മോളോടൊപ്പം അവളുടെ ഓഫീസിലേക്ക് വെക്കോ. ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ വന്നാൽ മതി. അത് വേണമെന്നില്ല അച്ഛാ. രാജു ഓഫീസിൽ വന്നോട്ടെ. എങ്കിൽ ശരി. എടാ രാജു, നിന്റെ ഫ്രണ്ടും ഭാര്യയും തമ്മിലുള്ള വഴക്ക് തീർന്നോ? എന്തായിരുന്നു അവരുടെ പേര്? ആ, ഹരിശങ്കറും വന്ദനയും. അതെ സർ. രാജു എന്താ നോവൽ എഴുതുന്നുണ്ടോ? എവിടുന്ന് കിട്ടിയ ഒരു ഹരിശങ്കറിനെ മന്ദനെ? എന്താ മിണ്ടാത്തെ? അവരുടെ പ്രശ്നം തീർന്നോ? ഇല്ല സർ, അവരുടെ പിണക്കം ഇതുവരെ തീർന്നിട്ടില്ല. സാറ് തന്ന ഐഡിയാസ് ഒക്കെ ഞാൻ പ്രയോഗിച്ചു നോക്കി.
അല്ല, അവനോട് പ്രയോഗിച്ച് നോക്കാൻ പറഞ്ഞു. പക്ഷെ ഇത്ര പറഞ്ഞു നോക്കിയിട്ടും അവന്റെ മിസ്സസിന്റെ പിണക്കം മാറുന്നില്ല. നീ നിന്റെ ഫ്രണ്ടിനോട് പറയും എങ്ങനെയും അവന്റെ വൈഫിന്റെ പിണക്കം മാറ്റാൻ. അവൻ ശ്രമിക്കുന്നുണ്ട് സർ. എടാ, അവളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറയേ. പ്രണയം ഷെയർ ചെയ്ത ഏത് പിണക്കോ മാറാത്തത്. പരസ്പരം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വിട്ടുവീഴ്ചയോടെ ജീവിക്കാൻ പറയേ. എല്ലാം പരിഹരിക്കപ്പെടും. ഹരിശങ്കറിനെ മന്ദനെയും ക്യാരക്ടേഴ്സ് ആക്കി ഈ പ്രോബ്ലം രാജു അച്ഛനോട് വരെ ഷെയർ ചെയ്തു. അപ്പൊ എന്റെ പിണക്ക രാജുവിന് അത്രയും ഫീൽ ആയിട്ടുണ്ട്. ആവട്ടെ, പ്രണയം എന്താണെന്ന് രാജു ഒന്ന് പഠിക്കട്ടെ. ജയരാജനല്ലേ അത്? ഡ്രൈവർ, വണ്ടി നിർത്തണേ. വണ്ടി എടുക്ക. ഇത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും നിത്യരോഗികൾക്കും വേണ്ടി കളക്ട് ചെയ്യുന്ന ഒരു ചാരിറ്റി ഫണ്ടാ. ഈ കുട്ടികൾ ഇങ്ങനെ വെയിലത്ത് നടന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. അതാ ഞാനും ഇവരോടൊപ്പം കൂടിയത്. കഴിയാവുന്ന സംഭാവനകൾ തന്ന് സഹായിക്കണം. നമസ്കാരം സർ. ഞാൻ ദൂരെന്ന് വന്നപ്പോഴേ ജയരാജനെ കണ്ടായിരുന്നു. ജയരാജനെ കണ്ടിട്ടാ കാർ നിർത്തിയത്. ഞാനും വർമ്മ സാറിനെ ഓർക്കപ്പുറത്ത് കണ്ട് അമ്പരന്ന് പോയി. പിന്നെ എന്തൊക്കെയുണ്ട് ജയരാജ വിശേഷം? എന്താ എന്നെ കാണാൻ വരാത്തത്? മിനിസ്റ്ററായ സാറിന്റെ തിരക്ക് എനിക്ക് അറിഞ്ഞൂടെ സാറേ? വാങ്ങിച്ചോ മോളെ. മിനിസ്റ്റർ അല്ലേ നിൽക്കുന്നത് വർമ്മ സാറ്?